സർ, അമേരിക്കയിൽ നിന്നൊരു പിഞ്ഞാണപാത്രം അവാർഡായി കിട്ടിയാൽ പോലും അത് വാങ്ങാനായി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഓടിത്തള്ളി പോകുന്നവർക്ക് രാജ്യം ഒരു ബഹുമതി നൽകിയാൽ അത് വാങ്ങാൻ വളരെ നാണക്കേടാണ്, അപമാനമാണ്. അത് ചർച്ച ചെയ്യണം, ഞങ്ങൾക്ക് ആലോചിക്കണം, ഞങ്ങൾക്ക് തീരുമാനിക്കണം, ഇങ്ങനെയാണ് പലരും പറയുന്നത്. അതായത് സ്വന്തം രാജ്യം അഭിമാനപൂർവ്വം കൊടുക്കുന്ന ഒരു അവാർഡ് വാങ്ങാൻ അല്ലെങ്കിൽ അത്തരം ഒരു സ്വീകരണം വാങ്ങാൻ തയ്യാറാകാത്ത ഇവരൊക്കെ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്ത് കിട്ടിയാലും ഒരു ചൂലാണ് സമ്മാനമായി കിട്ടുന്നതെങ്കിൽ അതുപോലും വാങ്ങാൻ കാണിക്കുന്ന ഈ വല്ലാത്ത ഒരു വെപ്രാളവും സന്തോഷവും ആകാംക്ഷയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. ഇത്തരക്കാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് പറയുമ്പോ നമുക്ക് കുറെ ഇത്തരം അവാർഡുകൾ കൊടുത്തതിനെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് 1992 EMSന് പത്മവിഭൂഷൺ കൊടുത്തു, നിരസിച്ചു. പിന്നെ 2022 പശ്ചിമ ബംഗാള് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പത്മഭൂഷൺ കൊടുത്തു, നിഷേധിച്ചു. പിന്നെ അതിനു മുമ്പ് ജ്യോതി ബസുവിന് ഭാരതരത്ന കൊടുത്തു, അതും നിഷേധിച്ചു. പിന്നീട് സി പി ഐയുടെ ഒരു സത്യപാൽ നാഗ്, ഇത് ഭയങ്കര തമാശ. അദ്ദേഹം 1998 പത്മവിഭൂഷൺ കൊടുത്തപ്പോ അത് വാങ്ങി. എന്നിട്ട് 2005 അതായത് 7 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. അപ്പോ ഇവരുടെ വിചാരം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ. എന്നാ ഈ നിഷേധിക്കേണ്ടത് ആരാണെന്നാണ് ഇനി അവർക്ക് തന്നെ അറിയുമെന്ന് അറിയില്ല. അതായത് ഏറ്റവും മുകളിൽ ഇരിക്കുന്നവരാണോ നിഷേധിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ പ്രധാന നടൻ മമ്മൂട്ടി വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എല്ലാവർക്കും അറിയപ്പെടുന്ന കൈരളി ചാനലിന്റെ ഹെഡാണ്. അദ്ദേഹം എല്ലാ അവാർഡുകളും വാങ്ങുന്നുണ്ട്. അതേമാതിരി സാഹിത്യത്തിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായ MT വാസുദേവൻ നായർ മുതൽ എല്ലാ സാഹിത്യകാരും സിനിമാ നടന്മാരും ഗതികേരോട് കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നാണ്. അതവിടെ നിൽക്കട്ടെ. കാരണം എന്തെങ്കിലും അവാർഡ് കിട്ടണമെങ്കിൽ ഇവരെ ഭരിക്കുന്നുള്ളൂ. അപ്പൊ അവരുടെ പിന്നാലെ നടന്നാലേ ഇത് കിട്ടുള്ളൂ. ഇപ്പോഴല്ലേ BJP വന്ന് ഇതൊക്കെ ആയിട്ടുള്ളൂ. അപ്പോ ഈ അവാർഡുകൾ നിരസിക്കാൻ ഏതൊക്കെ ആൾക്കാർ വേണം എന്നുള്ള ആ ഒരു സ്ഥാനമാനങ്ങൾ, അതായത് ഏറ്റവും വലിയ ആളാണോ നിഷേധിക്കേണ്ടത്, താഴെക്കട നിൽക്കുന്നവനോ നിഷേധിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം പിണറായി വിജയൻ ന്യൂയോർക്കിൽ പോയിട്ട് ഒരു ബഹുമതി വാങ്ങുന്നുണ്ട്. സത്യത്തില് അവിടെ ഒരു ഹോട്ടലിന്റെ പിന്നിലെ ചായപ്പിൽ പോയിട്ട് അത്ര ഇതുണ്ടായത് ആ ഒരു പരിപാടി PR വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്താണെന്നും പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ ആര്യ രാജേന്ദ്രൻ UK പാർലമെന്റിന്റെ ഒരു പാരിതോഷികം വാങ്ങുന്നുണ്ട്. അതും നമ്മൾ കണ്ടതാണ്. അപ്പൊ അവരൊക്കെ അത് വാങ്ങുന്നുണ്ട്. ഈ പാവം അച്യുതാനന്ദന് അച്യുതാനന്ദന് കൊടുത്തത് എന്താ? അല്ലാതെ ഇവരെ എന്തെങ്കിലും മസ്കടിക്കാനോ ഒന്നുമല്ല. അയാളൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് ജനങ്ങളിൽ പറഞ്ഞു കൊടുത്ത ആളായിരുന്നു. അത്തരത്തിൽ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ആളായിരുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് യാതൊരു കള്ളത്തരങ്ങളും അയാളുടെ പേരിൽ കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരു മാതൃക പുരുഷനായത് കാരണമാണ് മരിച്ചു പോയിട്ടും കേന്ദ്ര സർക്കാർ ഈ ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തത്. അതിൽ തമാശ എന്താണ്? ആ പാവ മനുഷ്യൻ അറിയുന്നില്ല ഇവരുടെ പ്രചോദനം കൊണ്ട് ആ കുടുംബം ആ അവാർഡ് നിരസിക്കുന്നു. നോക്കി എന്തൊരു കഷ്ടം. അതേ പറയുന്ന അതിന് നിർബന്ധിക്കുന്ന അവർ പോയി ന്യൂയോർക്കിലും UK പോയി അവാർഡ് വാങ്ങുകയും ചെയ്യുന്നു. ആരെ ബോധിപ്പിക്കാന്? നീ നോക്കട്ടെ, ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് നിഷേധിക്കുന്നതെങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ ഇന്ന് ലോകത്ത്? ഇന്ത്യയിൽ ബംഗാളിൽ 0, ത്രിപുര 0. ഇപ്പോ മുങ്ങിപ്പോകുന്ന ഒരു സംസ്ഥാനമായി കേരളം നിൽക്കുന്നു. സത്യത്തിൽ ഈ അവാർഡൊക്കെ വാങ്ങിയിട്ട് പരസ്യം ചെയ്ത് ആ പേരുകൊണ്ട് 4 വോട്ട് കൂടുതൽ പിടിക്കാനല്ലേ ഇവര് നോക്കേണ്ടത്? അപ്പൊ ആരെ ബോധിപ്പിക്കാനാണ് ഇവര് ഈ അവാർഡുകൾ നിഷേധിക്കുന്നത്? അത് അവർക്ക് തന്നെ അറിയുകയില്ല. ഇനി സാഹിത്യത്തിലേക്ക് കടന്നാൽ, സിനിമാ ഫീൽഡിലേക്ക് കടന്നാൽ
മിക്ക ആൾക്കാരും, സാഹിത്യകാരന്മാരും ഒരുവിധ എഴുത്തുകാരും മുഴുവൻ അവരുടെ ജീവിതത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിലും അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായി അഭിനയിച്ച് നടക്കുന്നവരാ. നമ്മുടെ MT വാസുദേവ നായർ തുടങ്ങി തകഴി ഓരോരുത്തരും. ഇവർക്കൊക്കെ ബഹുമതികൾ കിട്ടി, അവരൊക്കെ ഇത് വാങ്ങിയില്ലേ? സിനിമാ ഫീൽഡിൽ ഞാൻ പറഞ്ഞില്ലേ, കൈരളി ചാനലിന്റെ ഹെഡ്, സിനിമയിലെ വലിയ അഭിനയ നേതാവ് മമ്മൂട്ടി ഏതെങ്കിലും അവാർഡ് നിഷേധിച്ചോ? ഇപ്പൊ മമ്മൂട്ടിക്കുണ്ട് അച്യുതാനന്ദനൊപ്പം ഒരു പത്മ അവാർഡ്, അദ്ദേഹം നിഷേധിച്ചോ? അയാളും കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അപ്പൊ അതെന്താ നിഷേധിക്കാത്തത്? അതാണ് ചോദിച്ചത്. ഇവിടെ നിഷേധിക്കേണ്ട ചില ആൾക്കാരുണ്ട്, അവരെ നിഷേധിക്കണ്ടു, ബാക്കിയുള്ളവർക്ക് വാങ്ങാം. ആ ലിസ്റ്റിൽ പിണറായി വിജയൻ പെടില്ല, മമ്മൂട്ടി പെടില്ല, ആര്യ രാജേന്ദ്രൻ പെടില്ല, അവരാരും പെടില്ല. ഈ പാവപ്പെട്ട അച്യുതാനന്ദൻ അല്ലെങ്കിൽ EMS അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ആൾക്കാര് ഈ ലിസ്റ്റിൽ പെടുകയും ഇവന്മാർക്ക് ഇതൊക്കെ വാങ്ങി പരസ്യം ചെയ്യുകയും ചെയ്യാം. ഇനി UK ആ ഫംഗ്ഷൻ ആലോചിക്കണം. ആ അവാർഡ് സത്യത്തിൽ അവർ കൊടുത്തത് ഒരു ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അതായത് കേരളത്തിലെ ഹെൽത്തിന്റെ എന്തോ പറഞ്ഞതാ കൊടുത്തത്. ആ പറഞ്ഞ സംഭവം ഒന്നും കേരളത്തിൽ ഇല്ല, എന്നാലും വേണ്ടില്ല. ആ അവാർഡ് വാങ്ങാൻ അന്ന് പോയത് നമ്മുടെ അന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററായ ശൈലജ ടീച്ചറാ. പക്ഷെ അവാർഡ് ശരിയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ശൈലജ ടീച്ചറെ പിടിച്ച് ബാക്കിലേക്ക് മാറ്റിയിട്ട് ഈ അവാർഡ് കയറി വാങ്ങിയത് പിണറായി വിജയനാ. ആ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവര് അവാർഡ് കയറി പിടിച്ചു വാങ്ങാണ് ചില സന്ദർഭത്തില്. അപ്പൊ ഇവിടെ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് ശരിയായ വ്യക്തികളെ കണ്ടെത്തി അവാർഡ് കൊടുക്കുമ്പോ അത് കിട്ടിക്കഴിഞ്ഞപ്പോ വളരെ ഈസി ആയിട്ട് ആ കുടുംബം അത് വേണ്ടെന്ന് പറയുക. ആലോചിച്ചു നോക്കി, ഈ മരിച്ചുപോയ മനുഷ്യൻ ഇത് അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ചില രീതികൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ എന്താ പറയുക, രാഷ്ട്രീയം എവിടെയും കാണിക്കാം, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരം അംഗീകാരങ്ങൾ അത് ആര് തരും, എങ്ങനെ കിട്ടി എന്നുള്ളതിനപ്പുറം ആര് തരുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. BJP സർക്കാർ ഇരിക്കുമ്പോൾ ഇവരിൽ നിന്നൊരു അവാർഡ് വാങ്ങിയാൽ അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഇതാണോ ഈ ഒരുപക്ഷെ VS-ന്റെ കുടുംബത്തിന് ഇത് വേണം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിത് വേണ്ട അല്ലെങ്കിൽ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ശരിയാണ് എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമൊന്നും അവർക്കില്ല. അതൊക്കെ വെറുതെ തോന്നുക. അവർക്ക് സത്യത്തിൽ കമ്മ്യൂണിസം എന്നതിന്റെ അർത്ഥം പോലും അറിയില്ല ഇന്നത്തെ ഈ പറയുന്ന നേതാക്കൾക്ക്. എന്താണ് കമ്മ്യൂണിസം, എന്താണ് അതിന്റെ അർത്ഥം? ആ കമ്മ്യൂണിസമായി അവർ ജീവിക്കുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? ആ കമ്മ്യൂണിസ്റ്റായി ജീവിച്ചാലാണ് ഈ അച്യുതാനന്ദനും അല്ലെങ്കിൽ EMS ഒക്കെ. ഈ അച്യുതാനന്ദന്റെ പത്മ കൊടുത്തത് BJP ഭരിക്കുന്ന കാരണം ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് BJP ആയിപ്പോയി എന്നേ ഉള്ളൂ. EMS-ന് കൊടുത്തത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാ, ഭട്ടാചാര്യക്ക് കൊടുത്തത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാ. ഇവിടെ കേന്ദ്രം ഭരിച്ചത് ആകെ 2 പാർട്ടിയിലേ ഉള്ളൂ. ഇവർക്ക് കേന്ദ്രം ഭരിച്ചിട്ട് ഞങ്ങളുടെ അവാർഡ് സ്വീകരിക്കാന്ന് വിചാരിച്ച അത് നടക്കണ കാര്യമാണോ? അവർക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? കേന്ദ്രം ഭരിച്ച് ഞങ്ങള് ആയതിനു ശേഷം ഞങ്ങൾ ഈ അവാർഡ് വാങ്ങുള്ളൂ എന്ന് തീരുമാനം എടുത്താ അവർക്ക് ഈ അവാർഡ് സ്വപ്നം കാണാൻ കൂടി പറ്റില്ല. അപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അന്നൊക്കെ നിഷേധിച്ചത്. ഇന്നിപ്പോ BJP കേന്ദ്രം ഭരിക്കുന്നു, അവര് നല്ലൊരു വ്യക്തിക്ക് ഇത് കൊടുക്കുമ്പോ അത് നിഷേധിക്കുന്നു. സത്യത്തിൽ ഈ അവാർഡ് നിഷേധിക്കുന്നതിൽ അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഇത് അവർക്ക് നഷ്ടമാണ്. അല്ല, ഈ നിഷേധം അവർക്ക് നഷ്ടമാണ്. നേരെ മറിച്ച് ഈ അവാർഡ് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഒന്നും കൂടി അവരുടെ ഇതൊക്കെ കൂടി കിട്ടും. അതിനുള്ള ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അറിയാലോ, കഴിഞ്ഞ ആഴ്ച കണ്ണൂരത്തെ വലിയൊരു നേതാവ് കുഞ്ഞികൃഷ്ണൻ, അത് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെ ആ കുറച്ച് സീനിയർ ആളാ, അയാള് ഒരു പുസ്തകം ഇറക്കി. എന്താ പുസ്തകം? ഈ രക്തസാക്ഷികൾ ഉണ്ടാക്കി ഇവിടെ പിരിവ് നടത്തുക. രക്തസാക്ഷികളെ അവരുണ്ടാക്കും. അതായത് നമുക്കറിയാം, മഹാരാജാസ് കോളേജിലെ അഭിമന്യു, പാവം ഒരു പയ്യൻ. ആ പയ്യനെ ഇവരെന്നെ കൊല്ലിക്കായിരിക്കും. ആരെ കൊണ്ട്? ഇവരുടെ ഗ്രൂപ്പുകളെ കൊണ്ട്. അത് SDPI-നെ അതിന് മുന്നിൽ നിർത്തും. അങ്ങനെ ആ പയ്യൻ മരിച്ചു. ആ പയ്യന് മരിക്കുമ്പോ അവന്റെ ഒപ്പം കുത്തു കിട്ടിയ വേറെ പയ്യനുണ്ട്, അവൻ മരിച്ചിട്ടില്ല. അപ്പോ
ഈ കുത്തിയത് ആരാണെന്ന് വളരെ വ്യക്തമാണ്. ഇന്നേ വരെ ആ കുത്തിയ ആളെ പിടിച്ചിട്ടില്ല. അത് പോട്ടെ, അഭിമന്യുവിന്റെ പേരിൽ കോടികൾ പിരിച്ചു, എന്നിട്ട് ആ വീട്ടിലേക്ക് എത്തിച്ചത് അത്ര 25 ലക്ഷം. അതേമാതിരി തന്നെയാണ് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കണ്ണൂരിലെ ഒരു രക്തസാക്ഷിയുടെ പേരിൽ കോടികൾ പിരിച്ചു, എന്നിട്ട് 3/4 പൈസയും ഇവര് വെട്ടിത്തിന്നും, ആ വീട്ടിലേക്ക് കൊടുക്കാൻ ചെറിയവൻ. അപ്പൊ ഈ രക്തസാക്ഷികൾ മുഴുവൻ ഉണ്ടാവുമ്പോ അപ്പോഴൊക്കെ വലിയ പിരിവ് നടത്തും. ഇതാണ് പാർട്ടി. ഞാൻ ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോ വലുതായിരിക്കുകയാണോ ചെറുതായിരിക്കുകയാണോ? ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. എല്ലാവർക്കും വളരെ വ്യക്തമാണ്, ആ പാർട്ടി നശിച്ചില്ലാതെ വേഗം പോവുകയാണ്. ഈ ഭൂലോകത്തു നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ന് നമുക്ക് വരും ദിനങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാവും ഈ പത്മ അവാർഡിന്റെ അല്ലെങ്കിൽ ഇത്തരം പാരിതോഷികങ്ങൾ തന്നത് നിഷേധിച്ചത് കൊണ്ടുണ്ടായ അവസ്ഥ എന്താണ്. അല്ലാതെ ഇവർ പഠിക്കില്ല. അതെ, വളരെ വ്യക്തമാണ് സർ.